അവിടെ വെച്ചാണ് M3 എന്നോട് 2 പേനുണ്ടോന്ന് ചോദിച്ചു. അതൊക്കെ ഒരു കാലം. ഒരു കാര്യം നീ മനസ്സിലാക്കിയാ മതി, സുന്ദരി കോത തന്നെയാണ്. എടാ ഒറ്റ സെക്കൻഡ്. I like your jumper, babes. ജിപ്പിലൊന്നും ചെന്ന് ചാടല്ല പസങ്ക, അത് തന്നെയാണ് മാസം. ഇന്നലെ തന്നെ ഞാനോളും കൂടി പുറത്തു പോയിട്ട് ഒരു ബർഗർ, അത് അവളുടെ വയറ്റിന് പിടിച്ചില്ല. ഇപ്പൊ ലൂസ് മോഷൻ ഒക്കെ ആയിട്ട്. നിനക്ക് ഫസ്റ്റ് ഇയറിൽ ഇതേപോലെ ഒരു തൂറ്റൽ വന്നിട്ട് ഒരു എനിക്ക് ഓർമ്മ കുമുദം പാട്ടി അവരെ ഇവിടെ എവിടെയാണ് താമസിരോട് ഉണ്ടോ എന്തോ. ആവശ്യമില്ല. അല്ല അത് സാരമില്ല, ഞാൻ അവിടെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നിനക്ക് ലൂസ് മോഷൻ എന്ന് പറഞ്ഞ അല്ല പാട്ടി ചോദിച്ചു. നീ ഒറ്റമൂലി എന്ത് പണ്ടാര. ഞാൻ പോയിട്ട് വരാം, നീ വെയിറ്റ് ചെയ്ത്. ശരി ശരി. That's so sweet. My man, if you put this much effort into your own life and career, God knows where you would reach. You'd be so successful. Shipavam day. Really, this is so cute. Don't think that won't go unnoticed, my man. Don't think that won't go unnoticed. Look at that. ഇതില് കേറിക്കോ. അങ്ങോട്ട് ചോദിക്കാൻ വരെയായിരുന്നു. അത് കുഴപ്പമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ടീറ്റിനോട് പറഞ്ഞു. ശരി. നിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. എന്താ? തരാൻ വേണ്ടിട്ടാണോ നീ ഇത്ര കഷ്ടപ്പെട്ടത്? ഫ്രണ്ട്ഷിപ്പിന്റെ എന്റെ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വേണ്ടി ആലോചിക്കാൻ സമയം വേണോ? അല്ല, എന്റെ ആയിട്ടുണ്ട്. ഏജൻസിക്കാര് വിളിച്ച് മൊഴിയെടുപ്പ് കഴിഞ്ഞെങ്കിൽ ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ. ബാബക്കോ നമസ്കാരം. നീ ആ മരുന്ന് കഴിച്ചില്ലേ? അതെടുത്ത് കഴിച്ചത് ഇങ്ങനെ കഴിക്കണ്ടേ? ഇത് മുഴുവനും വടിച്ചെടുത്ത് കഴിച്ചത്. മുഴുവനും എടുത്ത് കഴിക്കാതെ വടിച്ച് ഇല്ല, ഒരു ആശ്വാസം തോന്നുന്നില്ലേ? She's not even had it yet, Papa. Wait. Give it some time to digest. റീനു റീനു Just kidding. ദൈവമേ, ജയിക്കേണ്ട കാര്യം ആദ്യം പാനിക്കാവല്ലേ. എന്നിട്ട് നീ ഇത് കഴിച്ചോ? കഴിച്ചു. Okay, do one thing. Go straight to the bathroom. ആദ്യം ഒന്ന് കൂളാവ്. നീ പറയുന്ന കേട്ട് സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് തോന്നുമല്ലോ. ആദ്യം നോൺസെൻസ് പറയാതെ. First of all, why is this guy calling her like this FaceTime? Our best. Bye. എടുത്തോണ്ട് പോടോ. ടൈം തോന്നുന്നു. കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കണം. എങ്കിലും ഒരു മര്യാദ ഒക്കെ വേണ്ടേ? റിലേഷൻഷിപ്പോ? ആർക്ക്? ഇതെന്ത് കഷ്ടമാണ്. എടാ, നിനക്ക് കാശിനുള്ള അത്യാവശ്യം ഉണ്ടോ? അത്യാവശ്യമൊന്നുമില്ല. ഞാനാണ് അമ്മയ്ക്ക് ചിലപ്പോൾ അങ്ങനത്തെ പൂത്തൂട്ടിനെ മേടിക്കും. 30,000-10,000 രൂപ തന്നെ വിറ്റോ. അങ്ങനെയൊക്കെ ചോദിച്ചാ കാശിന് ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ. പിന്നെ അവര് രണ്ടുപേരും വേണ്ടിട്ട് തന്നെ 1.5 കൊല്ലത്തെ ഉത്സവത്തിന്റെ അന്നാണ് അവര് ലാസ്റ്റ്. ഒരൊറ്റ ഇടിയൊന്നുണ്ടല്ലോ. എടാ, നിന്റെയൊക്കെ നാക്കണ്ടല്ലോ, അത് വെച്ച് തൊഴഞ്ഞൊഴിഞ്ഞ് രക്ഷപ്പെട്ടോളൂ. എനിക്ക് ഉറക്കം വരുന്നു. അതാ മരുന്ന് കഴിച്ചാ ഉറക്കം വരൂന്ന് പാട്ടി കിടന്നാ എണീക്കോ? എന്താടി കിടന്നു. പാട്ടിയൊക്കെ ഉള്ളതാണോ? റീനു ഉറങ്ങിയ? എടി, സത്യം പറഞ്ഞ നാട്ടിലേക്ക് പോകാനല്ല ഞാൻ വന്നത്. ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്ന് ആ കല്യാണ വീട്ടിൽ വെച്ച് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പബ്ബിലേക്കും പിന്നെ ഈ ട്രെയിനിലേക്കും. ഇത് നിനക്ക് ബോധമുള്ള സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചാടിക്കടിക്കും. ഉറക്കത്തിൽ പറഞ്ഞു. I think she's faking it. നീ ഇതുവല്ലതും കേൾക്കുന്നുണ്ടോ? I don't know, maybe she's not. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇറങ്ങട്ടെ. താങ്ക്സ്. നോ മെൻഷൻ പ്ലീസ്. 23-ാം തീയതി എൻ്റെ ഫ്ലാറ്റില് ചെറിയ ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അമല് വന്നില്ലെങ്കിലും നീ എന്തായാലും വരണം. എത്തിയിട്ട് മെസ്സേജ് അയക്കട്ടാ. ബൈ ബൈ.
She pavam di. Sing ചേട്ടാ. What the position is that? എന്നോട് വരാനായിരിക്കും പറഞ്ഞത്. എന്നാ നീ പുതിയ ഫോൺ സച്ചിനെ. എടാ നമ്മളുടെ പഴയ ഫോണാടാ. കാശ ഇവിടെ തന്നെ. അവള് ഫോൺ നിനക്ക് തരുന്നു, നീ ഗിഫ്റ്റ് അവക്ക് കൊടുക്കുന്നു. പക്ഷെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്? ഫ്രണ്ട്സ് ഓൺ. No, Amal, it's taking it slow. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണ്ട്. അതിന്ന് ബോയ് ഫ്രണ്ടിലേക്കുള്ള ഏറെക്കുറെ അസാധ്യം തന്നെ പറയേണ്ടി വരും. എന്തിനാടാ ചെവിയിൽ വിളിക്കണത്? ഉറക്ക വിളിച്ചോ. ഇല്ല സമയം. Hmm. സർപ്രൈസില് ആശ്വസിച്ചതാ. ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമെന്ന് പറഞ്ഞിട്ട് ക്ലോസ് ആയിട്ടുള്ളവർ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. ചീപ്പ് സ്റ്റേഷനറി ആയി അതില് വേറൊരു ബോംബായിരിക്കും. That is so cute. ബിരിയാണി ഹൗസിൽ പോയി ക്യൂ നിന്ന് പേടിച്ചാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഇനി ഇതുപോലെ തോള കോമഡി എന്ന് പപ്പ പറയും. ചുമ്മാ തമാശ. എന്നടാ അത്? ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെ നേരിട്ട് കണ്ടപ്പോഴാണ് നിങ്ങളൊക്കെ കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ ആശ്വാസം. അതെ അതെ ഇത്രയും വലിയ ടൗണിലൊക്കെ താമസിക്കാൻ വരണത്. ഫുഡിന്റെ കാര്യത്തിൽ റീനുവിനെ പറഞ്ഞിട്ട് എന്തിനാ പപ്പ അതിന് കൈയെടുത്തേ? കഴിഞ്ഞ തവണ ടെസ്റ്റ് ചെയ്തപ്പോ പപ്പയുടെ ഷുഗർ ലെവൽ എത്രയായിരുന്നു? എന്നാ എനിക്ക് ഓർമ്മയുണ്ട് 190. അതുകൊണ്ട് പപ്പ അയ്യോ. കഴിപ്പ് കൂടുതലാ, അതും കൂടെ മാറ്റിച്ചേ. പപ്പയുടെ എന്തായാലും പറ. അപ്പിന്ന് പറഞ്ഞ മോശം ഉദ്ദേശിച്ചുള്ളൂ. ഇല്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. നടക്കും. സദസ്സിൽ ചെന്ന് പറയണം. അവള് ചിരിച്ചല്ല, ചിരിച്ച് കളിയാക്കി. വേണേ ചാറ് കൂട്ടി കുറച്ച് അടിച്ചോ. നിങ്ങൾ കഴിക്ക്. അതെങ്കിലും നടക്കട്ടെ. എടാ നിങ്ങൾ എന്താ അവിടെ I ഇരിക്കുന്നെ? know. അല്ല ചെയർ വേണേ വേറെ ഉണ്ട്. ഇവിടെ സെറ്റാണ്. ആണോ? Oh, but she wants you to come. Yes, gal. വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. യു വുഡ് ബി ഷുഡ് ബി കമ്മിങ്. ഇവരും കൂടെ വരട്ടെ അല്ലേ? അതി വണ്ടിയിൽ സ്ഥലം ഉണ്ടാവും എന്തോ. ഇല്ല, കുറച്ച് മുന്നേ പറഞ്ഞ വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലം. ഏതവനൊക്കെ വന്നാലും ഇല്ലെങ്കിലും മമ്മ പപ്പ ഉറങ്ങായിരിക്കും അല്ലേ? അയ്യോ, മമ്മ പപ്പ ഡേയ് പിടിക്കൂ. 10ന്റെ നോട്ട. ഇതെന്ത് വിഷുവാ? പിന്നെ ഇതുവരെ അവളുടെ നാട്ടിൽ ഇട്ടിട്ടില്ല. നോക്കി ഇപ്പൊ കിട്ടും. നോക്കി. I could care less about that. കൊച്ചിട്ടല്ലേ റിസർവ് ബാങ്ക് നോട്ടടിക്കുന്നത്? ഒന്നും വരില്ലല്ലോ അല്ലേ? റീനു പെടോ? നീ ഒന്ന് പോയാ ആദി. ദിസ് ഈസ് സോ സ്പെഷ്യൽ. കീപ് ദിസ് ഫോർ എവർ. എന്നതുകടാ ഇംഗ്ലീഷ്? ഡിയറാ. ഓക്കേ ബൈ. Adi, you're such a gentle. ഫോൺ കള്ളൻ പിടിയിൽ. എത്ര ലജ്ജാവഹം. കയ്യിലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചോട്ടോ. ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദിയായിരിക്കും. Good God. ആദി ഞാനിത് അവനെ കൊടുത്തു. സിമയാണോ മോഷ്ടിച്ചേക്ക് വന്ന്? റീനു അതൊരു JK യുനോ. ജേക്കെ ഒന്ന് പോയേ ആദി. Super. അങ്ങ് പൊത്തി വെച്ചേക്ക് കുഞ്ഞ് പൊട്ടുകുത്താൻ ഫോണെടുത്ത് സ്റ്റോപ്പ് ചോപ്പ് ലൈറ്റ് നോയിലെ തിരക്കതേൽക്കാതെ നിരക്കുന്നിതകത്ത് ചിലത് വലിച്ചങ്ങ് ബൊമ്മലു വേനാദി ബൊമ്മലു നീവു കട്ടെടുക്കത്തില് ആ കുട്ടിക്കൂറാല് കണ്ടതില് ചുറ്റിയിടാൻ വാങ്ങിയില്ലേ മാർക്കറ്റില്. I love how he's like a wingman helping him out. I love that. Sir, you're okay, no? പനിച്ചങ്ങ് കേറമോള ഉള്ളിലിരും തെലുങ്കാന ബൊമ്മലു തെലുങ്കാന ബൊമ്മലു തീലപ്പോയി വരിങ്ക എൻ പ്രേമിക്കൂ നീ സുമ്മാ ചേർ. Hey, one second. Next time, make sure Amal and Sachin are a part of it, okay? Thank you. Bye. ഹായ് ചേട്ടാ. Bye, Chetta. Best. എടാ നിന്റെ റെസ്യൂമേ ഞാൻ കണ്ടായിരുന്നല്ലോ. എന്തേ റേഷൻ കാർഡിന്റെ ഫ്രണ്ട് പേജ് പോലെ ഉണ്ട്. ചെയ്തപ്പോ? എടാ ഇങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യണ്ടേ. ഇത് റെഡിയാക്കാം. ഓ, ഒരുമിച്ച് പോവാം.
ആ മതി. അടി ചിക്കി പൊരിച്ചാ മതി. പിന്നെ ഇത് ഹോട്ടലാണല്ലോ. സീവ് റെഡിയാക്കി തരണം. എനിക്ക് വേണ്ടി ആരും ഇങ്ങനെ ഒന്നും ചെയ്തു തന്നിട്ട്. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് പിന്നെ? പ്രേമം എന്നാണല്ലോ. അതല്ലേ നാട്ടുകടപ്പ്. യോഗ്യരായിട്ടുള്ള പലരും ഉള്ളപ്പോ പിന്നെ പലരും അല്ല ഒരാള്. ആദ്യമാണ് ഉദ്ദേശിച്ചെങ്കിൽ ആദ്യം എന്റെ ബെസ്റ്റ് ആണ്. കോഴികൾക്കൊക്കെ ഇപ്പൊ ഫ്രീക്ക് പേരാണല്ലോ. എന്തായാലും നീ ഇപ്പൊ കാണിച്ച മാതിരി ആദ്യം കാണിക്കും. അല്ല ഇപ്പൊ ഇതിന്റെ പൈസ ആരും കൊടുക്കും? കിतना है? केरला में 10 को मिलेगा. అలా అయితే కేరళ తీసుకోపో. നീ എന്തിനാ ഇത്ര ഷോ കാണിക്കുന്നേ? നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗി. നിനക്ക് എന്നെക്കാൾ നല്ല പെണ്ണിനെ കിട്ടുന്നു. അതിലെനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. Dude, I think she's flirting with you as well. I don't know, she's doing it weirdly, but oh, it's gotten. Oh my god. അവസാനം നമ്മുടെ ക്ലയന്റ് മാനേജർ റാൽഫ് ജർമ്മനിയിൽ നിന്ന് അല്ല അതുപോലെ ജർമ്മൻ തേർ കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് റേസ്. ഇങ്ങനെ ഒരു സെനാരിയോ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ചെറിയ റിപ്ലൈ മേൽ ആദ്യം എനിക്ക് അയച്ചാൽ മതി. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഞാൻ പറഞ്ഞിട്ട് എനിക്കത് വിശ്വാസമായി. Oh my god, you are just in over your head, babes. റീനു ചെല്ല്. That's your bestie, really? ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. അതെനിക്കൊരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് റീനു കൂടെ കാരണക്കാരിയാണ്. ഇതൊക്കെ വലിച്ച് കയറ്റിട്ട് ഞാൻ പലതവണ പറഞ്ഞാണ്. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ. Congratulations. Thank you, sir. Sachin is our employee of the month. Yeah. So everyone, andaru, and behave like Sachin. Now get back to work. You have to keep it for the whole day. Compulsory, sir. You have earned it. Vandam, I want to de-earn it. Because Vandam. നിന്നെ എന്താ ഇവിടുത്തെ ആസ്ഥാന കോഴിയായിട്ട് തിരഞ്ഞെടുത്തോ? മനുഷ്യൻ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. 7 മണിയാവും ഇറങ്ങുമ്പോ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. Okay, Sachin. See you tomorrow. Bro, she's so. I don't know. I might be misreading signals. But I think she's also interested. എനിക്കിപ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളല്ലോ. ഞാൻ നിനക്ക് അനാവശ്യമായിട്ട് ഹോപ്പ് വരുന്നുണ്ടോ എന്നൊരു സംശയം. ചെയ്തിരുന്ന പല കാര്യങ്ങളും നീ വേറെ രീതിയിലാണ് അത് റീഡ് ചെയ്യുന്നത്. Oh, maybe I might be wrong. അതുകൊണ്ട് നമുക്ക് ഈ സംസാരമൊക്കെ നിർത്താം. ഈ കറങ്ങലും കാണലും ഒന്നും വേണ്ട. I was wrong. കൂടെ നടന്നു കഴിഞ്ഞാൽ എന്നെ പ്രേമിച്ചു എന്നുള്ള അത് സമ്മതിക്കാനുള്ള മടിയാണ് നിനക്ക്. നീ എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന കേസ് പറഞ്ഞില്ലേ? കെയറിംഗ് ഒന്നും എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. നീ വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. ഇവിടെ വെച്ച് നിർത്താണ് നിനക്കല്ല എനിക്കും. എടാ നീ എന്തിനാ ഇത്ര ഡെസ്പ് ആവുന്നത്? ഇത്ര റിജക്ഷൻ ഒന്നും അല്ലല്ലോ ഇത്. ആണോ? ഹലോ സുബിനെ, എനിക്ക് മനസ്സിലായി. എന്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തയാ. പക്ഷെ ആദ്യം Oh God, no, girl, you kind of really did that. Oh no. പഠിക്കാനാ? കണ്ടൂടെ? അമൽ ഡേവിസെ റീനു നോ പറഞ്ഞിട്ടാ. നീ അവളെ പ്രപ്പോസ് ചെയ്താ? പിന്നെ പക്ഷെ നമ്മളെ പേടിക്കണ്ട, ഓക്കെയാണ്. ഒരു You're not okay, my man. Oh God. ഇനി ഞാൻ ഓക്കെ ആയിരിക്കും. നീ കണ്ടോ? നമുക്കേ അമലെ നാളെ മുതൽ രാവിലെ ഓടാം. നിനക്കത് ഓക്കെ ആയിരിക്കില്ലേ? കോളേജിൽ ഡൈനെ കൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത്. എനിക്ക് വൺ സൈഡിലെ വേണ്ട. അന്നാ കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയാ മതിയായിരുന്നു ചെന്നൈക്ക്. നീ പറഞ്ഞാടാ കറക്റ്റ്. അമൽ ഡേവിസ് നീ ആടത്താല. Oh, he can't see his friend. Bro, don't make me cry. And she'll come around. Don't make me. Gosh. Shit. I didn't think she'll cry. എടാ അവൻ ഇന്നലെ എനിക്ക് ഈ ഫോൺ കൊടുത്തേക്കോ? അവൻ ചെന്നൈക്ക് പോയി. ഇന്ന് വെളുപ്പിന്. അവനൊന്നും പറഞ്ഞില്ലല്ലോ. നീയല്ലേ അവനോട് കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്? Shit. വികാസും കൂടെ ഹൈദരാബാദിലെ ഫ്രണ്ട്സിനുണ്ട് ഒരു ഫംഗ്ഷൻ. She farmed me. He's so sweet. It just. Oh. Shut the F up. Don't need shit like this. My own Vidhi laughed so much I had to cry. ഓ അപ്പൊ അത്രയ്ക്ക് ഉള്ളല്ലേ സച്ചിൻ? അയ്യോടി നീ ആർക്കാ? എന്നടി പാട്ട് ഇത്? ഞാൻ ഈ കോളേജ്
Pavamdi, they're not even used to having someone serve for them. Man, he's humble. നോക്കി കുത്തിരിക്കാൻ എനിക്ക് എന്തായിരുന്നു കാര്യം, എന്തായിരുന്നു, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ വിഷമിച്ചു പോയെന്ന് അത് കേട്ടപ്പോ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. നിന്റെ മനസ്സമാധാനം എപ്പോഴും ഒക്കെ ആയിരിക്കണം അല്ലേ? അവിടെ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട്. എന്നോട് ചോദിക്കണം, എന്നിട്ട് അവിടെ പോയിട്ട് അമ്മ കുട്ടി കളിക്കാട്ടോ. അല്ല പിന്നെ ഇവനും വേറെ. ഞങ്ങളിപ്പോ വരാം. എന്നടി പാട്ട് ഇത്? ഞങ്ങളുടെ നെറ്റ് ബാങ്ക് ടീം ഒരു ഫാമിലി പോലെയായിരുന്നു. നൗ ഇറ്റ്സ് ലൈക്ക് എ ഡിസ്ഫങ്ഷണൽ ഫാമിലി. ശ്രാവണിയുടെ വെഡിങ് വരെ then you two came. ഇന്ന് ഈ ഫംഗ്ഷൻ വരെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. Considering who's looking at. എന്തൊക്കെയാ പറഞ്ഞവരെ ചാക്കിലാക്കി സെന്റി അടിച്ച് അവളുടെ കൂടെ ട്രെയിനിൽ നാട് വരെ അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വരിക. ഞാൻ എന്തോ പച്ചമരുന്ന് കലക്കി കൊടുത്ത അവളെ വശീകരിക്കാൻ നോക്കും. നീ എന്ന് എന്താടാ ഒക്കെ കുറുക്കി കൊടുത്തേ? ഹാൻഡ് പോയ്സൺ. They have got some confidence, babes. പ്രേമം പൈത്യം. പിന്നല്ലാണ്ട് നിന്റെ പോലെ ബെസ്റ്റ് കളിച്ച് എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഇപ്പൊ തന്നെ അവളോട് പോയി പറഞ്ഞു. വാട്ട്? എനിക്ക് റീനോട് പ്രേമോ? Really? ആണെങ്കിൽ I'm really sorry guys. ഞങ്ങൾ തമ്മിൽ അത്ര നല്ല വൈബിലാണ്. നമുക്ക് നേരിട്ട് ചോദിക്കാം. തന്റെ മനസ്സിലുള്ള തുറന്നു പറയാൻ സമയമായി. അയ്യോ സച്ചിനെ പതി നിർത്ത്. മനസ്സിലായി, എനിക്ക് തന്നെ ഇഷ്ടമല്ല. guys. കണ്ണൊക്കെ വേറിട്ടുണ്ടല്ലോ, തൊണ്ടയിടുന്നുണ്ട്. നിനക്കെന്താണ് എന്നോട് ഇത്ര പ്രശ്നം? പിന്നെ പോയ സമയത്ത് ഞാൻ യുവൻഷൻ എന്താടാ പറഞ്ഞത്? ഞാൻ എന്തോ തല്ലിപ്പൊളി പാട്ട്. അമ്മാടി അവ എടുക്കറാടായു. I'll show you guys who I am. ആദിക്കുട്ടാ മതി നിർത്ത്. Oh god, this is such a cluster. Taye, you finished now your singing? My god. അവന്മാരവിടെ കിടന്നോട്ടെ, ബോധം വരുമ്പോ. ആരെങ്കിലും ഒരു തലാണോ വഴിയുണ്ടോ? Ayyo, nah, don't take it as a sign, Baba. Thank you, Miss Reenu, and goodbye. Bro, your flight. Amal, it's getting late. വാടാ. എടാ ഞാൻ വന്നോട്ടെ. എന്നാ കേറണെങ്കിൽ വേഗം കേറുന്ന സമയം. Why is she getting in the car? Amal, what? Ayyo, Thomas, shut up. സച്ചിനെ അപ്പൊ ഓൾ ദി ബെസ്റ്റ്. Turu പൈത്യം ഡീ. സച്ചിൻ, അമൽ, അവന്മാരാണ് നമ്മുടെ ടാർഗറ്റ്. കൂട്ടത്തിലൊരു പെൺകുട്ടിയുണ്ട്, കേട്ട് കൊടുത്തോളാം. മറ്റൊരുത്തരുണ്ടല്ലോ കണ്ടാച്ചൻ, പൈത്യം ഡീ ഇവൻ. അവിടെ ഒരു പൂച്ചക്കുട്ടി പോലും അറിയില്ല. പൈത്യം ഡീ ഇവൻ. എടാ അമലെ, അവിടെ ചെന്നിട്ട് ചെയ്യ. നിന്റെ കയ്യിലുള്ള ടിക്കറ്റ് കാണിച്ച് നീ ആദ്യം അകത്ത്. She pavam day. I cannot. This is, you know, this might be funny, but you know, for some people who've never been on flights or gone to an airport for international travel, man, it's admirable, Baba. Chapavam day. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏറ്റവും കുറവ് അപകടം. സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ കേട്ട് മതി. കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. അത് ഞാൻ കണ്ടതാ ബൈനോക്കുലറിൽ കൂടെ. ഞാൻ കുറെ നാൾ കൂടി TFCയിൽ നിൽക്കുക, എനിക്കത് എഴുത്തരും. നോ മാൻ, TFC എനിക്കുള്ളതാ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പോവണ്ടെന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് പിന്നെ വേറെ എന്താണ് ഒരു ഓപ്ഷൻ ഉള്ളത്? അതുകൂടി പറ. കവിലെങ്കിലും ഞാനൊരു കാര്യം പറയാം. കുറെ നേരമായിട്ട് ഒരു എൻഡവർ നമ്മൾ അവനോട് കണ്ട്. നിങ്ങളുടെ വണ്ടിയാണല്ലോ. വണ്ടി വിട്. ഇന്നലെ രാത്രി എന്താ പറഞ്ഞത്? എനിക്കൊരു പറഞ്ഞ് കരയിപ്പിച്ചു. പൈത്യം ഡീ ഇവൻ. നിങ്ങൾ ബഹളം വെക്കാതെ. ആണല്ലോ, നിനക്കാളോ കൂടുതൽ അറിയാവുന്നത്. നിന്റെ ബെസ്റ്റ്. ആമാം അതാണേ. He is a fucking idiot. What an idiot. അത് കിട്ടാ മോനെ, ഒരു കൈ അടച്ചെന്നാ പറയുന്ന വടി കറക്റ്റ്. അവന്മാര് പേടിക്കണം. So they're not actually there to hate. They're just doing that for simply. പേടിക്കല്ലേ.
നിന്റെ UK പോക്കൊന്നും പിന്നെ നീ എനിക്ക് ചെലവിന് ആ ഞാൻ ചെലവിന് തന്നോളാം. വണ്ടി ഓടിക്കണം. കുറച്ച് നാൾ ഇവിടുന്ന് മാറി നിന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നിന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്തിട്ടില്ലെന്ന്. എനിക്കത് മിസ് ചെയ്യാൻ താല്പര്യമില്ല. പാർട്ട്ണറെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ ഫീലിംഗ് ഞാൻ പറയാ. ഐ തിങ്ക് ഐ എം ഫോളോയിങ് ഫോർ യു. അയ്യോ കണ്ണാലെ നാഗെ തൊട്ട the best thing is English are like words தெரியாது மலையாளம் Are you out of your mind? ഇന്നലെ ഞാൻ മദ്യലഹരിയില് എന്റെ ആ We can talk. ടോക്കിംഗ് ഒക്കെ കഴിഞ്ഞില്ല മോളെ. അയ്യോ അവളൊന്നും ചെയ്യില്ലേ. ഒന്നാമത്തെ റീസൺ ആദ്യം അവനൊന്നും ചെയ്യില്ല പ്ലീസ്. what a flipping weirdo ആദ്യം ഇവനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്ലീസ്. myself a feminist. yes pepper spray the fucking bastard oops അവൻ നീലം പരിസര. nice very good excellent superb അതുപോലെ ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് ആർക്കും ഡ്രൈവിംഗ് അയ്യോ Thomas is gone ചാവാൻ പോണ നേരത്ത് മാത്രം തോന്നിയുള്ളൂ. ഫസ്റ്റിനെ ഞാൻ മുന്നേ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ നാക്ക് പിന്നെ നിനക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തല്ലാത്തോണ്ട് അവിടെ വലിയ കുഴപ്പം. പിന്നല്ലാതെ മര്യാദക്കൊന്നും എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല. ഒന്നുകൂടി പറഞ്ഞേ മര്യാദക്ക്. അയ്യോ എനിക്കത് നമ്മൾ ഇനി തൊട്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷനിലാണ്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ചെക്കന് സൗത്ത് thrive in the UK my babes passport irukliya പോയിട്ട് വരാം. ശരിടാ. yo he's gonna have a panic attack chipavam di ideally that's not enough for UK the luggage size but all right oh that's so cute dude എന്താ പിന്നെ പോട്ടെ പോലെന്ന് ഞാനും വിചാരിച്ചു. നമ്മുടെ റീനുവിന് ഒരു ചെക്കനെ കണ്ടുപിടിച്ചു കൊടുത്തേ. isn't this the time that you threw the beer can ഞാൻ ഈ ബിയർ ക്യാൻ താഴോട്ട് അറിയാൻ പോകും. അവിടെ തലേച്ചൊന്ന് വീഴുന്നു കെട്ടണം. oh my god that's such a cute oh my god that's it came true that is so cute man all right that was Premalu that what an absolutely adorable movie honestly I think yes we kind of knew that it could be that's the ending it has to be I mean come on but that entire the segment that really got me is about him going to UK about just that little things like him not being used to AC class in a train when he was at that the drinks party between when Niharika was singing randomly where he didn't let them serve him he said I'll serve it myself like it's stuff like little things like that it goes unnoticed possibly but it is what makes them as those friends who grew up in that setting and that lifestyle and he's now going off to a different country altogether and it's his family only aren't there to see him off but now he's got
someone that loves him back, because he's never had that feeling before. He has someone who loves him back, and when he's back to Hyderabad, people will, like, someone is going to anticipate. They're waiting for him to come back, and that feeling of being loved and wanted is so sweet. I think it's more than a love story. I think it's the fact that he now realizes that he is someone that is someone who matters, you know. He's not just some random person, even though people have despised the kind of, like, you know, where he's from, or look down on him the way because of who he is, or, you know, the kind of status he comes from. That was all irrelevant to Reenu, and it is something she has chosen to love him regardless. And even though, as she said, you're completely the opposite of what I want, it's like no one would do what he did for Reenu, going to like some grandmother's house and getting that Ayurvedic medicine, running all the way, breaking his phone, which is, we know how much they have been struggling with money, you know, just for like fuel costs. All that is so, you know, that feeling of all that was worth it, because at the end of the day, it's not that he got the girl. At the end of the day, he now knows he can sleep well, saying that, man, someone, you know, I'm blessed to have someone who loves me. Like, that one person fits it all. Even though, like, you know, you'd want your, again, as you said, your parents or your sister there, but they are so busy taking care of their daughter's wedding that they forgot that they had a son who is now going off to UK. It's like, you know, foreign country. It's so, like, you know, even when he was like, how do I get to the flight? That's such, we take things for granted, because, you know, thank God we are all like in a place where we know what we're doing. We are well aware with the systems, and in my own case, I'm blessed to be in this country and, like, you know, try and make a living out for myself and my parents. I cannot be more blessed enough to have parents like them, because it was because of them that I'm here. But at the same time, you know, the little things, because I used to travel with my parents, I can say with full heart, like, you know, I had the privilege of traveling with my mom and dad in business class. We went to international flights. We did everything. But there are families like this who aspire, who dream big, and when it happens, it's so daunting. And I can never imagine that, but I can understand how they feel, because there are moments in this, like, I will never understand for myself, but, you know, from a different person's perspective, it's like a magnifying glass, if that makes any sense. And honestly, it's such a brilliant concept of the movie, and I really like how down to earth these guys were, because they made an honest living, they had a great time being college kids, and then they move off to, you know, doing something bigger. And I loved that. And I love that she's committed to making it a long distance relationship, because I know he is way in, he's in. But, you know, with women of today, like, where we're so career oriented and we want more bigger things, for her to commit to that is a big request. And I'm not saying it's not for him, but I know that he will. That's like the kind of like the trust you can have over him, because he made it work. He shifted countries for her he shifted flats for her in a second. Like, that is commitment. That's something she's not used to, because she had conditions herself. Now she has to make things work on her end. So it's not just one-sided. You also need to reciprocate, my darling. Like, you also need to make that effort to make it work with him. And I like that she's coming out of her comfort zone, and she made the effort of telling how she felt. And even though it was last minute, it was still worth that entire problems that he went through. So I absolutely appreciate this movie, and I love that it's like, you know, I don't know if it's a coming of age movie, but I would say it's a movie that all young kids can relate to, like, of my age or anyone that has passed but has, you know, is like now in a more settled status, are a bit more mature, they can also relate, and anyone that is in this stage right now. So it appeals all, I would say. And
I think this was a very, very good storyline. What a wonderful way to make me laugh. I loved the jokes, the dialogue, the chemistry between everyone. It was just flowing with the screens and with the environment, with the character, with the actors' faces. It just makes it worse. They're like their eyes speak a lot louder than the dialogue itself. So it's the way they make their expressions and how they deliver the scene that packs a punch when it comes to how I receive it or how a viewer would receive it. And that is admirable. And honestly, it's a testament to how brilliant these actors and actresses are on screen. So a wonderful choice. Loved it. I will definitely watch this again, but I'll watch it with my friend who absolutely loves South Indian movies. I'm going to watch it with her in my own time, and I'm pretty sure she will absolutely love it. And then the cycle will go on. She will recommend it to her other friend and they'll continue watching it. But thank you very much for this recommendation. I think this is one of my favorite comedy movies that I have watched after Avisham, for sure. But I really enjoyed this movie when it comes to such type of comedy, like, you know, the romantic yet chaotic life of a student going through university, or like, well, in this case, school / work / college, whatever, to earn a living, to see bigger things. But thank you very much again. If you enjoyed this movie reaction, please don't forget to subscribe. If you haven't, let me know down in the comments what else I should be watching next. But until then, have a great day, and dream big like Sachin did. I mean, he made it work. He manifested someone who will not be that he would not be the only one to have a one-sided love. Now he's got dual relationship. I love that. I love that for him. But I'll see you guys in the next one. Until then, take care and have a great day. Bye.